ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വയനാട്ടിൽ നിന്ന് എൻ്റെ അമ്മയും ചേച്ചിയും വരുന്നുണ്ട് കേട്ടോ ഇങ്ങോട്ടേക്ക്. അപ്പോൾ അവരെ പിക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ പോകുമ്പോൾ വിചാരിച്ചു ചെറിയൊരു വീഡിയോ എടുത്തേക്കാം എന്ന് കരുതി. ഞാനും സായും റെഡി ആയിട്ടിരിക്കുവാണ് കേട്ടോ. ഏട്ടൻ റെഡി ആവുന്നതേ ഉള്ളൂ. അപ്പം ഞങ്ങളിങ്ങനെ പോകാൻ മുടിയൊക്കെ ഒന്ന് സെറ്റാക്കി അവിടെ നിന്നൊക്കെ വലിച്ചൊക്കെ എടുത്തിട്ടു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴത്തേക്കും സായു എൻ്റെ അടുത്ത് വന്നിരുന്നേ. ചില സമയത്ത് അവൾ അങ്ങനെയാണ്, വീഡിയോ എടുക്കുന്ന കാണുമ്പോഴത്തേക്കും ഓടി വരും, അല്ല വീഡിയോ എടുക്കുന്ന കാണുമ്പോഴത്തേക്കും ചിലപ്പം ഓടിപ്പോവുകയും ചെയ്യും കേട്ടോ. അപ്പം ഇങ്ങനെ വന്നു മടിയിലിരിക്കുക. അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറി കേട്ടോ. വണ്ടി കയറിയപ്പോൾ തന്നെ സായുവിന് തുമ്മൽ തുടങ്ങി കേട്ടോ. എന്താ വേണ്ടെന്ന് പറഞ്ഞ? സ്കൂട്ടിയോ? എത്ര എണ്ണം വേണം? 4. വീട്ടിലില്ലേ നമുക്കൊന്ന്? അത് മതിയില്ലേ സായുവിന്? ഇതാ വേണ്ടത്, ഇലക്ട്രിക് ആണ്. ആ ചേട്ടനോട് ചോദിച്ചോക്ക് അത് തരുമോ, സായിന് തരുമോ ചോദിച്ചോക്ക്. ആ ചേട്ടനോട് ചോദിച്ചോക്ക്. ഈ സ്കൂട്ടിയാ വേണ്ട? ഏത് വേണ്ട ആണോ? റോഡ് സൈഡ് നിർത്തിയ വണ്ടിയൊക്കെ വേണം. അങ്ങനെ നമ്മൾ എടക്കര എത്തിട്ടോ. എടക്കര വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അമ്മയോടും ചേച്ചീനോടും ഒക്കെ എടക്കര ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. അത്രയും ദൂരം കൂടെ ഒരു ബസ്സിലിരിക്കണ്ട. അപ്പോൾ പിന്നെ ഇവിടെ ഇറങ്ങാൻ പറഞ്ഞു. ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. അപ്പം പിക്ക് ചെയ്യാൻ പോകും. സായു എന്താ കാട്ടുന്നത്? സായു അച്ഛൻ്റെ കടയിൽ എത്തിയപ്പോഴത്തേക്കും കോലമിഠായി, ബിങ്കോ, ചിപ്സ് അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ അച്ഛൻ കൊടുത്തിട്ടുണ്ട്. ചിപ്സാണ് ഇത് കേട്ടോ, കുറച്ചേ ഉള്ളൂ. അവൾക്ക് വണ്ടിയിലിരുന്ന് കഴിക്കാൻ വേണ്ടി മാത്രം. എന്താ കുട്ടി, എന്താ വേണ്ടേ? എന്താ വേണ്ടേ എടാ? ഉണ്ണിയപ്പം ഒന്നും വാങ്ങണ്ട. അദ്വി ആരെ വിളിക്കുന്നേ? ഇതെന്നെ പറ്റിയതാ ചായോ? ഇത് ഫോൺ കിട്ടി. ചായോ സൈനെന്താ കിട്ടിയേ? കിണ്ട ജോയി ആരാ വാങ്ങിക്കുന്നേ? ആരാ വാങ്ങിക്കുന്നത്? സൈന് കൊണ്ടുപോയില്ലേ ഇനിയിപ്പം? ചേച്ചീനെയും അമ്മേനെയും പിള്ളേരെയും ഒക്കെ പിക്ക് ചെയ്തു കേട്ടോ നമ്മൾ. അവരൊന്നും കഴിക്കാതെ വന്നതുകൊണ്ട് അവരവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോഴത്തേക്കുമാണ് നമ്മൾ എത്തിയത്. നമ്മൾ ലേറ്റായിപ്പോയി കുറച്ച്. പിന്നെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നടത്തി വന്നപ്പോഴത്തേക്കും അവർ ചായയൊക്കെ കുടിച്ച് സെറ്റായി. അപ്പോൾ വണ്ടി കയറിയപ്പോൾ പിള്ളേരിങ്ങനെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അദ്ദിക്കുട്ടൻ രാവിലെ 4 മണിക്കെങ്ങാണ്ട് എണീറ്റു പോലും സായിൻ്റെ അടുത്ത് പോകണമെന്ന് പറഞ്ഞ്. അങ്ങനെ ഭയങ്കര സ്നേഹമാണ് കേട്ടോ. പക്ഷെ സായി കുറച്ച് കുരുത്തക്കേട് കൂടുതലാണ്. കടിക്കലും മാന്തലും പിച്ചലും ഒക്കെ ഉണ്ട്. അപ്പം 3 പേരും കൂടെ കണ്ടോ ഭയങ്കര സ്നേഹത്തിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുവാണ്. ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാട്ടെ. എവിടെ 3 പേരെ പോകുന്നു കാണട്ടെ. ഏകദേശം ഒരു 12:30-1 മണി സമയമൊക്കെ ആയിട്ടോ അപ്പോഴത്തേക്കും. അപ്പോൾ കനോലിലൊക്കെ ഒന്ന് ഇറങ്ങി വെറുതെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് അങ്ങനെ നിന്നു കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് വിശക്കാൻ തുടങ്ങി. എനിക്ക് പെട്ടെന്ന് വിശക്കാൻ തുടങ്ങിയായിരുന്നു. അമ്മയ്ക്കൊന്നും വിശക്കാൻ തുടങ്ങിയില്ലായിരുന്നു. പക്ഷേ സമയം ഏകദേശം 1:30 ആയപ്പം ആയതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് കരുതി ഫർസയിൽ കയറി കേട്ടോ. നിലമ്പൂർ ഫർസ റെസ്റ്റോറൻറ്റ്.
കാരച്ചോറ്. പക്ഷേയാണല്ലോ കുഴഞ്ഞു. കൊച്ചിന് വേണം, കൊച്ചിന് ഇച്ചിരി ചോറ്. അവർക്ക് ചോറ് വേണ്ടായിട്ടാണ്, അതാണ് ഞാൻ ചോദിച്ചത്. അതല്ല, അവർക്ക് ചോറ് വേണ്ടായിട്ടാണ് പിള്ളേർക്ക്. ഫുഡൊക്കെ കഴിച്ച് സെറ്റായി അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. നമ്മുടെ മലപ്പുറം മന്തി വാങ്ങിക്കൊടുക്കണം എന്ന് കരുതി. കാരണം നമ്മൾ വയനാട്ടിൽ ഞാൻ കഴിച്ചിട്ട് ഉള്ളത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇവിടുത്തെ മന്തിയൊക്കെ ആട്ടോ ഇഷ്ടം. മന്തി, അൽഫാം, ബ്രോസ്റ്റ് അതൊക്കെ ഇവിടുത്തെയാണ് ഇഷ്ടം. അവിടുത്തെ അത്ര രസമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതിന് നല്ലത് കിട്ടുമെന്ന് എനിക്ക് അറിയത്തുമില്ല കേട്ടോ. അപ്പോൾ അത് വാങ്ങിക്കൊടുക്കണം എന്നായിരുന്നു. പക്ഷെ ഇത്രയും ട്രാവൽ ചെയ്ത് ടയേർഡായതുകൊണ്ട് അതൊന്നും കഴിക്കാനുള്ളൊരു മൂടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ മേടിച്ച് കൊടുക്കാമെന്ന് കരുതി. ഇനി നേരെ നമ്മൾ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. 2 ദിവസം സ്റ്റേ ഉണ്ടാവും അമ്മയും ചേച്ചി. അതിൻ്റെ ഒരു സന്തോഷം ഉണ്ട് എനിക്ക്. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. ചേച്ചി ചേച്ചി ഉണ്ണി ചേച്ചി. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു കുട്ടി വിശേഷങ്ങൾ. അവരൊക്കെ കുട്ടി വീട്ടിലെത്തി കേട്ടോ. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ.